ബാബരി മസ്ജിദിന്റെ ചരിത്രം ആവർത്തിക്കപ്പെടുകയാണോ? ഇന്ത്യൻ മതേതരത്വത്തിന് ആഴത്തിൽ മുറിവേൽപ്പിച്ച ബാബരി വിധിക്ക് സമാനമായ മറ്റൊരു വിധിന്യായം കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. വർഷങ്ങളായി തർക്കം നിലനിന്നിരുന്ന മധ്യപ്രദേശിലെ ധാർപൂർചാല കമാൽ മൗല പള്ളിനി മുസ്ലിങ്ങൾക്ക് അന്യമാവുകയാണ്. നൂറ്റാണ്ടുകളായി മുസ്ലിം സമൂഹം വെള്ളിയാഴ്ചകളിൽ ജുമാ നമസ്കാരം നടത്തി വന്നിരുന്ന ചരിത്രപ്രസിദ്ധമായ കമാൽ മൗല പള്ളി പൂർണ്ണമായും ക്ഷേത്രമാണെന്ന് പ്രഖ്യാപിച്ച് മധ്യപ്രദേശ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു. 1991 ആരാധനാലയ നിയമപ്രകാരം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം രാജ്യത്തെ ഒരു ആരാധനാലയം ഏതു മതവിഭാഗത്തിന്റെ കൈവശമായിരുന്നോ, അല്ലെങ്കിൽ അതിന്റെ സ്വഭാവം മസ്ജിദോ ക്ഷേത്രമോ ചർച്ചോ എന്തായിരുന്നോ അതിൽ നിന്നും യാതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതിനെതിരെ ആർക്കും കോടതിയെ സമീപിക്കാൻ കഴിയില്ലെന്നും ഈ നിയമം കർശനമായും പറയുന്നുണ്ട്. എന്നാൽ ഈ നിയമപരമായ പരിരക്ഷയെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് കേട്ടോ 1935 മുതൽ മുസ്ലിങ്ങൾ ആരാധന നടത്തിപ്പോന്നിരുന്ന ഈ പള്ളിക്ക് നേരെ ഇപ്പോൾ കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. ബാബരി മസ്ജിദ് കേസിൽ പുരാവസ്തു വകുപ്പിന്റെ സർവേ റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കി അന്തിമ വിധി എഴുതിയതുപോലെ ഇവിടെയും ASIയുടെ വിവാദ സർവേ റിപ്പോർട്ട് മുൻനിർത്തിയാണ് മുസ്ലിം സമൂഹത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യം കോടതി ഇപ്പോൾ പൂർണ്ണമായും നിഷേധിച്ചിരിക്കുന്നത്. 2003 ഏപ്രിൽ 7 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ചൊവ്വാഴ്ചകളിൽ ഹിന്ദുക്കൾക്ക് പൂജ നടത്താനും വെള്ളിയാഴ്ചകളിൽ മുസ്ലിങ്ങൾക്ക് ജുമാ നമസ്കാരം നിർവഹിക്കാനും അനുമതി നൽകിയതായിരുന്നു. വർഷങ്ങളായി ഇരുവിഭാഗവും സമാധാനപരമായി ഈ രീതി പിന്തുടർന്നു പോവുകയും ചെയ്തിരുന്നു. അതാണിപ്പോൾ റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ ഇനി ഹിന്ദുക്കൾക്ക് മാത്രമേ ആരാധനാ അവകാശമുള്ളൂ എന്നാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. മുസ്ലിം സമൂഹത്തിന് നേരിട്ട കടുത്ത നീതി നിഷേധമാണ് ഈ വിധിയെന്ന് പരക്കെ വിമർശനം ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ സൽമാൻ ഖുർഷിദ് കോടതിയിൽ ശക്തമായി തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുപ്രീം കോടതിയുടെ ബാബരി വിധി ഉദ്ധരിച്ചുകൊണ്ട് വെറും പുരാവസ്തു കണ്ടെത്തലുകൾക്കോ ചരിത്രപരമായ അനുമാനങ്ങൾക്കോ ഒരു സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശമോ മതപരമായ സ്വഭാവമോ തീരുമാനിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സിവിൽ വിചാരണയിലൂടെയും നിയമപരമായി സ്വീകാര്യമായ തെളിവുകളിലൂടെയുമാണ് ഇത്തരം തർക്കങ്ങൾ പരിഹരിക്കേണ്ടത്. മുൻകാല ഭരണകൂടങ്ങളുടെ ചരിത്രപരമായ തെറ്റുകൾ തിരുത്താൻ കോടതികൾ ശ്രമിക്കരുതെന്നും 1991 ആരാധനാലയ നിയമം ഇത്തരം തർക്കങ്ങൾ വീണ്ടും തുറക്കുന്നത് തടയാൻ വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം കോടതിയിൽ ഓർമ്മിപ്പിച്ചിരുന്നു. പക്ഷേ ഈ വാദങ്ങളെല്ലാം കോടതി തള്ളിക്കളയുകയായിരുന്നു. മറുവശത്ത് മുസ്ലിം വിഭാഗം ASI നടത്തിയ സർവേ റിപ്പോർട്ടിനെതിരെ ശക്തമായ ആക്ഷേപങ്ങളാണ് ഉന്നയിക്കുന്നത്. ഹിന്ദു സംഘടനകളുടെ ഹർജിയെ തുടർന്ന് 2024 മാർച്ചിലാണ് കോടതി നിർദ്ദേശപ്രകാരം സർവേ നടക്കുന്നത്. 98 ദിവസം നീണ്ടുനിന്ന സർവേക്കൊടുവിൽ സമർപ്പിച്ച റിപ്പോർട്ട് പൂർണ്ണമായും പക്ഷാപാതപരമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട മുസ്ലിം സംഘടനകൾ ആരോപിക്കുന്നത്. ഹിന്ദു വിഭാഗത്തിന്റെ അവകാശങ്ങളെ മാത്രം സഹായിക്കാൻ തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ടെന്നാണ് അവരുടെ വാദം. ഗിൽജി കാലഘട്ടത്തിലെ ചരിത്രരേഖകളിലൊന്നും ഇവിടെ ഒരു സരസ്വതി ക്ഷേത്രം തകർത്തതായി പരാമർശമില്ലെന്നും 1935 ദർ ഭരണാധികാരി മുസ്ലിങ്ങൾക്ക് നമസ്കാരത്തിനായി നൽകിയ ഉത്തരവ് നിലവിലുണ്ടെന്നും അവർ വാദിച്ചെങ്കിലും അതും കോടതി അവഗണിക്കപ്പെട്ടു. ഒരു പള്ളി നിലനിന്നിരുന്ന മണ്ണിൽ നിന്നും മുസ്ലിങ്ങളെ പൂർണ്ണമായും പടിയടച്ചു പുറത്താക്കിക്കൊണ്ട് അവർക്ക് പള്ളി പണിയാൻ ദർ ജില്ലയിൽ മറ്റെവിടെയെങ്കിലും അനുയോജ്യമായ ഭൂമി അനുവദിക്കുന്നത് പരിഗണിക്കാൻ സംസ്ഥാന സർക്കാരിനോട് കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതായത് ബാബരി മസ്ജിദിൽ എന്താണോ സംഭവിച്ചത് അത് ഇവിടെയും സംഭവിച്ചിരിക്കുന്നു. ഹിന്ദുത്വ ഇന്ത്യയിൽ മറ്റൊരു വിധിക്ക് സാധ്യതയില്ലെന്ന് തന്നെയാണ് ഈ സംഭവം നമ്മോട് ഓർമ്മിപ്പിക്കുന്നത്.